ബാത്റൂം ഡോറിനൊരു ഡോർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്, PVC ഡോറ്. അപ്പോൾ അതിൽ എനിക്കറിയാവുന്ന രീതിയിൽ, ഞാൻ പ്രൊഫഷണൽ സ്ഥിരമായിട്ടത് ചെയ്യുന്ന ആളല്ല, എപ്പോഴെങ്കിലും നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതേപോലെ സ്പേസ് നമ്മുടെ വിട്ടിട്ടുണ്ടാവും. ആദ്യം മെഷർ ചെയ്യാം. രണ്ട് സൈഡിലത്തെയും ഹൈറ്റ് നോക്കുക, കറക്റ്റ് രണ്ട് സൈഡിലത്തെയും നോക്കുക. ഒന്നുകിൽ ഒരു പണി ചെയ്യാം, കൂടുതലുള്ള അളവെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ സൈഡിലേക്കും എത്ര അളവുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അളന്നെടുത്തിട്ട് കട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് സ്ലോപ്പൊക്കെ കൊടുത്ത സമയത്ത് ഈ സൈഡ് ഉയരം കൂടുതലും ഈ സൈഡ് അങ്ങനെയല്ല, ഈ സൈഡ് ഉയരം കൂടുതൽ ഈ സൈഡ് ഉയരം കുറവായിരിക്കും. ഇങ്ങോട്ടല്ല സ്ലോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ്, ചെറിയൊരു വ്യത്യാസം. ചെറുതായിട്ട് മുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 1/2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററൊക്കെ കാലതിൻ്റെ പുറത്തേക്ക് നിന്നാലും കാണില്ല, കാരണം ഇതിന് ഇവിടെ ഒരു സ്റ്റെപ്പ് വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ക്രോസ് ഉള്ളതും മെഷർ ചെയ്യുക. PVC ഡോറിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ കിട്ടും. 2 വലുതുണ്ട്, 2 ചെറുതുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പീസ് ഉണ്ടാവില്ല, മുകളിൽ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. യു ഷേപ്പിലുള്ള കഷ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, അടി പീസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും ഡോറിനുള്ളത്. നമ്മളിപ്പോൾ 2 മേടിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം ഫിറ്റിങ്സ് വരുന്നത് ഇത് കോർണർ പിടിപ്പിക്കുള്ളത്. അതപ്പോൾ ഫ്രെയിമിന് 2 വരും, നമ്മുടെ കട്ടിളയ്ക്ക് 2 വരും, നമ്മുടെ ഡോറിന് 4 വരും, 4 കോർണറിൽ വരും. അതേപോലെ 2 സെറ്റ്. ഒരു സൈഡിൽ നമ്മുടെ വിജാഗരി 3 വരും, നമ്മുടെ ഒരു ഡോറിന് 3 വിജാഗരി. അങ്ങനെ 2 സെറ്റ്. അതിൻ്റെ സ്ക്രൂസ് ഇത് മസ്റ്റായിട്ടും വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വാതിൽ തൂക്കും. പല സ്ഥലത്തും വാതിൽ സ്ക്രൂ അഴിഞ്ഞു വരുന്നത് കണ്ടിട്ടില്ലേ? ഈ സാധനം വെക്കാതെ വെറുതെ പ്ലാസ്റ്റിക്കിൽ ചെയ്യുന്നതുകൊണ്ടാണ് അത് അഴിഞ്ഞു വരുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ അഴിഞ്ഞു വരില്ല. ലോക്ക് ഫാബ് ലോക്കാണ്. അഡീഷണലായിട്ട് ഓടാമ്പലുണ്ട്, PVCൻ്റെ ഓടാമ്പലുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, മൂവിങ് കുറവാണ്. കട്ടിങ്ങിൻ്റെ ഇത് പറഞ്ഞുതരാം, ഏത് സൈഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അധികം 45 തന്നെയാണ്. ഒരു സൈഡ് ഈ 45 ഉണ്ട്, ഈ സൈഡ് കട്ട് ചെയ്യാൻ. പിന്നെ ഇത് പ്രത്യേകം തിരിച്ചു കഴിഞ്ഞാൽ അതിന് 45 കിട്ടും. നമുക്ക് 45 കട്ട് ചെയ്യാനുള്ളത് മെയിനായിട്ട് ഇതിൽ. അപ്പം കുറച്ച് സാധാ ടൂൾസുകളുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ തൂക്കൊണ്ടാണ് പ്ലം. അത് ഇതിന് ആവശ്യം കാര്യമായിട്ടില്ല, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഇതിന് തൂക്കിട്ടിട്ട് ഇതിൽ ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. ഈ സൈഡിൽ ചേർത്തിട്ട് ഇതൊരു മിനുസം പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അല്ലാതെ സാധാരണ ആൾക്കാർ വെക്കുമ്പോൾ ഒരുപാട് കയറ്റി വെക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു കഷ്ണം വെക്കേണ്ടി വരും ടൈലിൻ്റെ. ഇത് ഞാൻ ചേർത്തിട്ട് ഇതിൻ്റെ കട്ട്ലട കുറുമ്പടി ഇതിലിപ്പോൾ ചേർത്തി വെക്കും. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർന്നിട്ടാണ് കുറുമ്പടി ഉണ്ടാവുക. ഈ ഒരു ചെറിയൊരു എഡ്ജ് മാത്രമാണ് അത് നീട്ട് കാണുള്ളൂ, വലിയ പ്രശ്നമൊന്നും കാണില്ല. ഇങ്ങനൊരു പോർഷൻ കാണുന്നതിനെക്കാട്ടിലും വൃത്തിയാണല്ലോ. ഞാൻ തന്നെ ചെയ്യുവാണ്ട് ഞാൻ എഡ്ജിൽ തന്നെ സ്ക്രൂ ചെയ്യും. മറ്റേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പേടിച്ചിട്ട് എഡ്ജിൽ ചെയ്യില്ല, കുറച്ചും കൂടി വിട്ടിട്ടാണ് ചെയ്യാറ്. ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 184 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഉൾഭാഗമാണ്. ഇങ്ങനെയാണ് ഫ്രെയിം പുറത്തേക്ക് കാണുക. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് കട്ടിങ് വരും. വൺ സൈഡ് ഇടത്തെ സൈഡിൽ വരുന്നത്, നമ്മൾ നോക്കുമ്പോൾ ഇടത്തെ സൈഡിൽ വരുന്നത് ഇങ്ങനെ കട്ടിങ് വരും. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള അവസ്ഥയിൽ ഇത് പുറം കാണുന്ന ഭാഗം. ഇതിൻ്റെ നേരെ ഇങ്ങനെയാണ് കട്ടിങ് വരിക. അപ്പോൾ അളവ് എടുക്കുമ്പോൾ ഇതുവരെ എടുക്കുക അളവ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് അളവ് എടുത്ത് വരുന്നത് 184 എന്നുണ്ടെങ്കിൽ ഈ കോർണറിലേക്ക് എടുക്കുക. ഈ കോർണറിൽ വെച്ചിട്ട് താഴ്ത്തിക്കാണ് അളവ് വരിക. അപ്പോൾ എപ്പോഴും എടുക്കുന്ന അളവ് കോർണറിലായിരിക്കും, ഈ മൂലയായിരിക്കും, ചെറിയ മൂല. അവിടെ നിന്ന് വലുതിരിക്കുക കട്ട് ചെയ്യുക എല്ലാവരുടെയും. പിന്നെ ഇതിൻ്റെ ക്രോസ് വരുന്നത് 70 വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ 2 കിട്ടും, 184 കിട്ടും, 70 കിട്ടും. അപ്പോൾ 70 കിട്ടുമ്പോഴും അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റമ്പ് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇവിടെ ഒരു കട്ടിങ് വരും. എന്നിട്ട് ഇവിടെ നിന്ന് അളവെടുക്കും, 70 എടുക്കും. 70 എടുത്തിട്ട് ഇവിടെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ടിങ് വരും. അപ്പോൾ അടുത്ത പീസ് ഇങ്ങനെ വന്നിട്ട് കയറും, ഇതിലേക്ക് കട്ടിങ് വരും. അതായത് ഈ സൈഡില്ലേ, ഈ സൈഡ് നമ്മുടെ വലിയ വീതിയുള്ള ഭാഗമായിട്ട് കിട്ടും. ഈ സൈഡ് ഈ കഷ്ണമല്ലേ, ഇത് മുകളിലേക്ക് പോണ പീസാണ്.
അവിടെ നിന്ന് നേരെ ക്രോസ് കട്ടിങ്ങാണ് വരിക. ഇതെല്ലാം കട്ടിങ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മുടെ വിജാഗിരി വരുന്ന ഭാഗങ്ങൾ 3 ഉള്ളത്. അത് ഈക്വലായിട്ട് വെക്കാം. മുകളിൽ നിന്ന് ഒരു 8 ഇഞ്ച് ഇറക്കിയിട്ട് താഴത്തുനിന്ന് 8 ഇഞ്ച് ഇറക്കിയിട്ട് നടുവിൽ ഒരെണ്ണം വെക്കാം. അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ടല്ലേ, സ്ക്വയർ കട്ടുണ്ട് തേക്കിൻ്റെ, ഈ പീസ് അതിന് മാർക്ക് ചെയ്തിട്ട് ഇതിലിപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഏകദേശം ഇവിടെ വരുന്ന വെച്ചാൽ ഇങ്ങനെ കണക്കാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത്, ചെറിയ സ്ക്രൂ ചെയ്ത് വേണമെങ്കിൽ പിടിപ്പിക്കാം, നീങ്ങി പോകാതിരിക്കാം. എന്നിട്ട് ഇതിൽ ഒരെണ്ണം വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചുമലിലേക്ക് പിടിപ്പിക്കുന്ന സ്ക്രൂ ഉണ്ടല്ലോ, അതിതായിരിക്കും. അതിനി ഇത് കൂടെയാണ് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ ചുമലിലേക്ക് പിടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ സാധനം മടങ്ങില്ല. ഇതിൻ്റെ എഡ്ജ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകും. എന്നിട്ട് ഇതിലാണ് സ്ക്രൂ വരാമെന്നർത്ഥം. ഇവിടെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ മടങ്ങും ചെയ്യും. പല സ്ഥലത്ത് ഇത് തന്നെ ചെയ്യാറ്. ഇവർ ഈ അർജൻറ്റിന് വേണ്ടിയിട്ട് ഈ സാധനം ഇടില്ല. അപ്പോൾ ഡോർ അഴിഞ്ഞു വരും ചെയ്യും. ഈ സാധനം സ്ക്രൂ ഉള്ളതും പ്രശ്നം വരും, ഇവിടെ പൊട്ടി വരും. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവേ, ഇത്ര ഇങ്ങനെ ചുമലിലേക്ക് പോവുക ചെയ്യും. ഒരു 1 ഇഞ്ചോ 1.25 ഇഞ്ചോളം ചുമലിലേക്ക് നിൽക്കും. അങ്ങനെയാണ് അതിൻ്റെത്. അപ്പോൾ അതെല്ലാം ഞാൻ മാർക്കിങ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിൻ്റെ കട്ട്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലാണ്, ഈ സൈഡിലാണ് ഹിഞ്ചസ് വരുന്നത്, വിജാഗിരി. അപ്പോൾ അതിൽ വിജാഗിരിയുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഇവിടെയായിട്ടാണ് വിജാഗിരി വരാൻ. അപ്പോൾ നമ്മൾ കട്ട ഒരു ഇത്ര കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്ക്രൂ ചെയ്യുക ചുമരിലേക്ക്, അതിനുള്ള കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ നടുവിലത്തെ കറക്റ്റ് ഈക്വലായിട്ട് ആറ്റത്തുനിന്ന് വിട്ടത് എത്ര വെച്ചാൽ അത് കണക്കാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇത് കൂടുതലുണ്ട്, ഇത്ര ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഹോൾ ചെയ്യും ചുമരിലേക്ക്. 3 സ്ക്രൂ ആണ് ഒരു സൈഡിലേക്ക്, ഇപ്പുറത്തെ സൈഡിലേക്ക് 3 സ്ക്രൂ. അതിലേക്കുള്ള കട്ടകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം പുറത്ത് വെച്ച് മാർക്ക് ചെയ്യാം. എവിടെയാണ് കട്ട വരുന്നത് വെച്ചാൽ ഇതിൽ മാർക്ക് ചെയ്തിട്ട് അതിന് കണക്കാക്കിയിട്ട് ഏതെങ്കിലും ഒരു പീസ്, എന്തെങ്കിലും ഒരു കോല എന്തെങ്കിലും എടുത്തിട്ട് ഇവിടുന്ന് എത്ര അളവ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ അളവ് വെച്ചിട്ട് നേരെ ഉള്ളിലേക്ക് ഇതിനെ ഉള്ളിൽ കൂടെ തള്ളിവിടുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് ഈ സൈഡിലൊരു സ്ക്രൂ ചെയ്ത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല അതേപോലെ തന്നെ. അപ്പോൾ ഒരെണ്ണം നീങ്ങി പോവില്ല, കറക്റ്റ് നമുക്ക് എവിടെയുള്ള ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡോറിൻ്റെ ചാനലുണ്ട്, ഇതിന് കട്ട് ചെയ്യാം. ഇതിന് കട്ട് ചെയ്യാനുള്ള അളവ് എടുക്കുന്നത് ഇതിൻ്റെ ഇത് ഉള്ളളവാണ്. ഈ പീസാണ് പുറത്തേക്ക് വരുന്ന പീസ്, ഇതാണ് ഉള്ളളവ്. ഇതിൽ ഉള്ളളവിൽ ഇത് വയ്ക്കുക, നമ്മുടെ വിജാഗിരി വയ്ക്കുക. ഇതിന്ന് അളവെടുക്കുക, അതിൽ 1/4 ഇഞ്ച് ലൂസ് ഇടുക. ഈ സൈഡ് വരെ അളവെടുത്തിട്ട് ഇതിലൊരു 1/4 ഇഞ്ച് ലൂസ് ഇടുക. അതേപോലെ താഴത്തേക്ക് 1/2 ഇഞ്ച് ലൂസ് ഇടുക. കാരണം താഴത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ലൂസ് കിട്ടിയാൽ മതി. 1/2 സെൻറ്റി അല്ലെങ്കിൽ ഒരു 1/4 സെൻറ്റി ലൂസ് കിട്ടിയാലും മതി. ബാക്കിയുള്ളത് താഴത്ത് ആണ് കൂടുതൽ ലൂസ് വേണ്ടി വരും, താഴത്ത്. അപ്പോൾ നീളമുള്ളത്, വാതിലിൻ്റെ നീളം 1/2 ഇഞ്ച് ലൂസ് ഇടുക. ജസ്റ്റ് ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഫ്രെയിം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മരക്കട്ടകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാർക്കിങ് ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഹിഞ്ചസ് നമ്മുടെ വിജാഗിരി വരിക. അപ്പോൾ ഇതുവരെ കട്ട വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഹോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു പ്രീ ഹോൾ അടിക്കണം. അതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഇവിടെ ഒരു വിജാഗിരി ഉണ്ട്. ഇതിൻ്റെ കട്ട മുകളിൽ വരെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഹോൾ വരിക. അതേപോലെ താഴത്തും ഇവിടെ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്താണ് ഹോൾ ചെയ്യണത്. സെയിം അതേപോലെ തന്നെ ഇപ്പുറത്തും. ഇവിടെ പിന്നെ വിജാഗിരി ഇല്ല. അപ്പോൾ ഇവിടെ കട്ട മാത്രമേ ഉള്ളൂ ഈ അളവിൽ. അപ്പോൾ ഇതിൻ്റെ എവിടെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഏത് അളവിൽ വേണമെങ്കിലും ഇവിടെ വേണമെങ്കിൽ അടിക്കാം. അതേപോലെ 3 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാല് അളവ് കുറവാണ്. ഇത് 184 ഇത് 183 ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഡ്രിൽ ചെയ്തിട്ട് പിടിപ്പിക്കാൻ പോവുകയാണ്. കറക്റ്റ് തൂക്കിട്ടിട്ട് ഇതിന് പിടിപ്പിക്കാൻ പോവുകയാണ്. വാതിൽ കട്ട് ചെയ്യണം. 56 ഉള്ളൂ. ഇതിൻ്റെ ഈ ഉൾഭാഗമല്ലേ, ഇവിടെ നിന്നല്ല അളവെടുക്കുക. ഇതിൻ്റെ ഉള്ളില്ലേ, ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഒരു 1/2 സെൻറ്റി കുറച്ചിടുക.
ഇതൊന്ന് ഇതുവരെ എടുക്കുക, ഇതിൻ്റെ ഈ ഭാഗം വരെ ഇതുവരെ എടുക്കരുത്, ഇതുവരെ. എന്നിട്ട് 1/2 സെൻറ്റി അല്ലെങ്കിൽ 1 സെൻറ്റി കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, ലൂസ് ഉണ്ടാവും. അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെക്കുക ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ലൂസിലെടുത്തിട്ടുണ്ട്, വല്ലാതെ ലൂസില്ല. ഇതൊന്ന് കംപ്ലീറ്റ് അപ്പം സെറ്റ് ചെയ്ത് നോക്കും, എന്നിട്ട് അതിൽ നിന്ന് വെറുതെ വെച്ച് നോക്കാം. ഇതിൻ്റെ 1 സൈഡ് ജാഗരി വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ കട്ട കയറ്റി വെച്ചിട്ടുണ്ട്, സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് കട്ടകൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് ഫിറ്റ് ചെയ്യണം. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിരം ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടി. അതായത് ഇതിൻ്റെ ഈ ഡോറിൻ്റെ ഈ പീസ് ഇതിൻ്റെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. ബാക്കി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഫാബ് ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഫ്ലെക്സ് ക്യൂക്ക് ഉണ്ടല്ലോ, അത് ഓരോ ഡ്രോപ്പ് പെട്ടെന്ന് ഇങ്ങനെ വെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്.